ഉൽപ്പത്തിയിൽ നിന്നും വെളിപ്പാടിലേക്ക് ഒരു യാത്ര. ദൈവമക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഉൽപ്പത്തി എവിടെ നിന്നാണെന്നും അതെല്ലാം എന്ന് അവസാനിക്കുമെന്നും അറിയാനുള്ള പുറപ്പാടിൽ ഞാൻ ലേവ്യ പുസ്തകവും സംഖ്യാപുസ്തകവും പല ആവർത്തനം വായിച്ചു നോക്കിയിട്ടും ഒരു പിടിയും കിട്ടിയില്ല. യോശുവയുടെ അഭിപ്രായം അനുസരിച്ച് ന്യായാധിപന്മാരെ കാണാൻ പോകുമ്പോഴായിരുന്നു സഹോദരി രൂത്തിനെ കണ്ടത്. അവൾ അക്കാര്യം സാമുവേൽ അപ്പന്റെ അടുത്ത് ഒന്ന് രണ്ടു വട്ടം ചോദിച്ചപ്പോൾ രാജാക്കന്മാരുടെ ദിനവൃത്താന്തങ്ങളിൽ ഉണ്ടാകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ ഇസ്രായേൽ പോലെയുള്ള ന്യായപ്രമാണ വിദഗ്ധന്മാർക്ക് ഇതെല്ലാം നന്നായി അറിയുമെന്ന് മതിലുമണിക്കിടയിൽ നെഹമ്യാവ് എസ്തറിനോട് പറഞ്ഞത്രേ. എന്തായാലും വചനപാണ്ഡിത്യവുമുള്ള ധാരാളം സഹോദരന്മാരെ ദൈവം തന്നിട്ടുണ്ടല്ലോ, അവരോട് ചോദിക്കാമെന്ന് കരുതി പോകുമ്പോഴായിരുന്നു സഹോദരൻ ഇയ്യോബിന്റെ അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞത്. സകലവും നഷ്ടമായിട്ടും ശരീരം മുഴുവൻ പരുക്കളാൽ നിറഞ്ഞിട്ടും സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ സ്തുതിച്ചു എന്ന് കേട്ടപ്പോൾ അവന്റെ ദൈവഭക്തിയെ പ്രശംസിക്കാതിരിക്കാൻ ആയില്ല. എന്തെല്ലാം ദുഃഖങ്ങളാണ് ദൈവഭക്തർക്ക് ഈ ലോകത്തിൽ അഭിമുഖീകരിക്കേണ്ടത്. എന്തായാലും അടുത്ത ദിവസം യോഗത്തിന് എല്ലാവരെയും കണ്ട് സംശയം തീർക്കാമല്ലോ എന്ന് കരുതി ആശ്വസിച്ച് ജ്ഞാനവും പ്രബോധനവും പകർന്നു കൊടുക്കുവാൻ സദൃശവാക്യങ്ങൾ വായിച്ചു. സഭാപ്രസംഗി അന്ന് ഉത്തമഗീതങ്ങളാണ് സഭയിൽ പാടിയത്. കർത്താവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചപ്പോൾ ഇരമ്യാവിന് തന്റെ വിലാപങ്ങൾ അടങ്ങുവാൻ ആയില്ല. അസ്ഥി കൂമ്പാരൻ കണ്ടു ഭയന്ന എസ്കേലിന്റെ മുന്നിൽ വെച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ചതും സിംഹക്കുഴിയിലെറിഞ്ഞ ദാനിയേലിനെ ജീവനോടെ കാത്തതുമായ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ സഹോദരൻ ഹോശയ്ക്കും ദൈവത്തെ പുകഴ്ത്താതിരിക്കാനായില്ല. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും തന്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവാത്മാവ് യോവേലിലൂടെ പറഞ്ഞപ്പോൾ ആമോസും ഒബദ്യാവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ വഴിയിൽ അധ്വാനിക്കുന്ന യോന അനുസരണക്കേടിനാൽ താൻ അനുഭവിക്കേണ്ടി വന്ന പ്രതികൂലങ്ങളും എന്നാൽ ദീർഘക്ഷമയുള്ള ദൈവം തന്റെ പ്രാർത്ഥന കേട്ട് തന്നെ രക്ഷിച്ചതുമായ സാക്ഷ്യവും കേട്ടപ്പോൾ എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും എന്ന് മീഖയ്ക്കും ഒരു ഉറപ്പ് വന്നു. നിന്റെ കോട്ട കാത്തുകൊള്ളുക, സംഹാരകൻ നിനക്കെതിരെ വരുന്നു എന്ന് നഖം പ്രബോധിപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ സമയം തെറ്റുകയില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഹബക്കൂക്ക് അഭിപ്രായപ്പെട്ടു. ദൈവത്തെ ഭയപ്പെട്ട് തന്റെ പ്രബോധനം കൈക്കൊള്ളണമെന്ന് സഫന്യാവ് സഭയെ ഉണർത്തിച്ചു. എന്നാൽ ദൈവത്തിന്റെ ആലയം ശൂന്യമായിരിക്കെ തട്ടിട്ട വീടുകളിൽ നിങ്ങൾക്ക് എങ്ങനെ പാർക്കാൻ കഴിയും എന്ന് ഹഗായിയിലൂടെ ദൈവാത്മാവ് ചോദിച്ചപ്പോൾ സഭയിൽ മൗനവും ദൈവത്താൽ എല്ലാവരും സ്വയം ശോധനയും നടത്തി. സാത്താൻ ദൈവമക്കളെ കുറ്റം ചുമത്തുവാൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നു എന്ന് ദർശനം താൻ കണ്ടു എന്ന് സഖര്യാവ് പറഞ്ഞപ്പോൾ ദൈവമക്കൾ ഇനിയും ദൈവത്തിന് വഴിപാടും ദശാംശവും കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പിഴവും കാട്ടരുതെന്ന് മലാഖി പ്രബോധിപ്പിക്കുകയും എല്ലാവരും സ്തോത്രകാഴ്ചയെടുത്ത് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു പിരിയുകയും ചെയ്തു. എന്നാൽ എന്റെ ചോദ്യത്തിന് ഉത്തരം ഇനിയും ലഭിച്ചിട്ടില്ല. നാളുകൾ കഴിഞ്ഞ് പ്രതികൂലങ്ങൾ ഏറുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ വാഞ്ച ഏറുകയാണ്. എങ്കിലും ദൈവം തന്റെ സമയത്ത് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എന്തായാലും പട്ടണത്തിൽ ചെന്ന് നല്ല വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുമുള്ള വേദപണ്ഡിതന്മാരെ കണ്ട് എന്റെ സംശയങ്ങൾക്ക് അറുതി വരുത്താമെന്ന് കരുതി പോകുമ്പോഴായിരുന്നു മത്തായി അച്ഛനെ കണ്ടത്. മർക്കോസിന്റെ മാളിക മുറിയിൽ ഡോക്ടർ ലൂക്കോസ് ഇരിപ്പുണ്ടെന്ന് യോഹന്നാൻ പറഞ്ഞതനുസരിച്ച് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അപ്പോസ്തലന്മാർ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി ചെയ്ത ഓരോ പ്രവൃത്തികളും താൻ അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെയും കേട്ടപ്പോൾ അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് താല്പര്യം തോന്നി. അതിൽ അതിശ്രേഷ്ഠനായിരുന്നു തീർന്ന പൗലോസ് എന്ന അപ്പോസ്തലൻ ശൗലായിരുന്ന താൻ സുവിശേഷ വിരോധിയായി ദൈവമക്കളെ പീഡിപ്പിച്ചിരുന്നതും പിന്നീട് സുവിശേഷത്തിന്റെ ദീപശിഖ ലോകമെങ്ങും എത്തിച്ചതുമായ അദ്ദേഹം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന റോമാക്കാരോട് പ്രസംഗിച്ചു. അതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തെ പോലെ ആയിത്തീരണമെന്ന് ഒരു ആഗ്രഹമുണ്ടായി. അദ്ദേഹത്തിന്റെ എത്രയെത്ര കത്തുകൾ, ഈ ലോകത്തിലും വരുവാനുള്ളതിലും ഏറ്റവും വലിയത് ദൈവസ്നേഹമാണെന്ന് അദ്ദേഹം കൊരിന്ത്യർക്ക് എഴുതിയ കത്തുകളിൽ വ്യക്തമാക്കി. ശാപത്തിൻ കീഴിലായിരുന്ന മനുഷ്യ സമൂഹത്തെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വയം ശാപമായി തീർന്ന യേശുവിനെ ഗലാത്യർക്കുള്ള കത്തിലൂടെ ഉയർത്തിക്കാട്ടി. ദൈവസഭ എന്താണെന്നും സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എഫേസ്യർക്ക് എഴുതിയ കത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് അദ്ദേഹം ഫിലിപ്പിയിലുള്ളവരോട് പറഞ്ഞു അത്രേ. എത്ര ധീരനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രാർത്ഥനയിൽ ശുചിരിക്കണമെന്നും സ്തോത്രത്തിൽ ജാഗരിക്കണമെന്നും കൊലോസ്യരെ അദ്ദേഹം പ്രബോധിപ്പിച്ചു. കർത്താവിന്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ടെന്നും രഹസ്യവരവ് തന്നെ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണെന്നും പരസ്യവരവ് ന്യായവിധിക്ക് വേണ്ടിയാണെന്നും തെസ്സലോനിക്കരുടെ കത്തുകളിലൂടെ വ്യക്തമാക്കി.
വചനം പ്രസംഗിക്കുവാനും സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കണമെന്ന് തന്റെ നിജപുത്രനായ തിമോത്തിയോസിനോടുള്ള കത്തുകളിലൂടെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിവാക്കണമെന്നും ശുശ്രൂഷകനായ തീത്തോസിനോടും അദ്ദേഹം പറഞ്ഞു. താൻ തടവിലായിരുന്നപ്പോൾ ജനിച്ച ഒസേസിമോസിനോട് വേണ്ടി ഫിലിമോൻ എഴുതിയ കത്തിൽ നിന്നും ഒരിടയന് തന്റെ ആടുകളോടുള്ള സ്നേഹം വ്യക്തമാക്കുന്നു. വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക തന്നെ നിർത്തിയിരിക്കുന്ന എബ്രായ ലേഖനം എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. നാവിന് ഇടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് യാക്കോബ് പറഞ്ഞപ്പോൾ ഞാൻ സ്വയം ശോധന നടത്തി. എടുത്തുചാട്ടക്കാരനായ പത്രോസ് ഒരു ഉറച്ച അപ്പോസ്തലനായ സത്യം അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ കാരണമായ ദൈവസ്നേഹത്തിന്റെ മഹാത്മ്യം യോഹന്നാന്റെ കത്തുകൾ 2-3 വട്ടം വായിച്ചപ്പോൾ അതെന്നെ പ്രേരിപ്പിച്ചു. ഇത് അന്ത്യകാലമാണെന്നും ദൈവശക്തി വളരെയധികം പ്രാപിക്കണമെന്നും യൂദ ഓർമ്മിപ്പിച്ചപ്പോൾ ഞാനും അതിന് തയ്യാറായി. പത്മോസ് ലേഖനായിരുന്നു എങ്കിലും ദൈവസാന്നിധ്യത്താൽ നിറഞ്ഞ യോഹന്നാന് ദൈവം കൊടുത്ത വെളിപ്പാടിനെ കുറിച്ച് അറിയാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഞാൻ ആ പുസ്തകത്തിനുള്ളിലേക്ക് കടന്നു ചെന്നു. അതിന്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. സ്വർഗത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ വർണ്ണന എന്നിൽ കൂടുതൽ സന്തോഷവും പ്രത്യാശയും പകർന്നു. രാവും പകലും ആരാധനയുടെ മധ്യത്തിൽ സിംഹാസനസ്ഥനായ പരിശുദ്ധ ദൈവത്തെ ആരാധിക്കുവാനുള്ള മഹാഭാഗ്യം എനിക്കും തന്ന ദൈവത്തിന്റെ അത്യന്ത കൃപ അവർണ്ണനീയമാണ്. തന്റെ മക്കൾക്ക് വേണ്ടി മുത്തുകളാൽ തീർത്ത നവ യെരുശലേമിനെ പറ്റി കേട്ടപ്പോൾ ഞാൻ ആനന്ദത്താൽ നിറഞ്ഞു. പ്രിയനോടൊത്ത് നിത്യതയിൽ വാഴുവാൻ കാലമായി എന്ന് ഞാൻ മനസ്സിലാക്കി. മനുഷ്യജീവിതത്തിൽ കഷ്ടതയുടെയും നിരാശയുടെയും വിത്ത് വിതയ്ക്കുന്ന സാത്താന അഗ്നി തീപ്പൊയ്ക ഒരുങ്ങിക്കഴിഞ്ഞു. ഭക്തന്മാരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ നമ്മുടെ സഭയുടെ നാഥൻ ഇതാ വരുന്നു എന്നും കേട്ടപ്പോൾ എല്ലാ കഷ്ടവും ദുഃഖവും എനിക്ക് നിസ്സാരമായി. എന്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി കിട്ടി. ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാനായി ഇതാ കർത്താവായ യേശു വരുന്നു. അതിനായി പ്രത്യാശയോടെ